ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും മാറ്റ് ട്രാവലിലേക്ക് സ്വാഗതം. ഇത് വാർവിക്ക്ഷയറിലുള്ള ഒരു സ്ഥലമാണ്. UK വാർവിക്ക്ഷയർ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഷേക്സ്പിയറിൻ്റെ കൗണ്ടിയാണിത്. കണ്ടോ, ഷേക്സ്പിയർ കൗണ്ടി. ഒരാൾക്ക് ഒരു ഫാമിലിയായിട്ട് ഒരു ദിവസം വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായത്. ബോട്ടുകളെല്ലാം ഉണ്ട് ഇവിടെ കേട്ടോ. ഇവിടെ ഈ ബോട്ടുകൾക്കൊക്കെ ഫാമിലിയായിട്ട് കയറുന്നതിനായിട്ട് 10 പൗണ്ടൊക്കെയാണ്. ഞാനിവിടെ കഴിഞ്ഞ സമ്മറിന് വന്നിട്ടുള്ളതാണ്. ഇവിടെ സ്കൂളിൽ നിന്ന് പിള്ളേരെല്ലാം വന്ന് 1 ഡേ ട്രിപ്പൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി സ്കൂളിൽ നിന്നൊക്കെ. ഇതാണ് ഷേക്സ്പിയറിൻ്റെ സ്റ്റാച്യൂസൊക്കെ ഇരിക്കുന്നുണ്ടോ. ഇപ്പം ഈ വിൻ്റർ ആയതുകൊണ്ട് അത്രയ്ക്കും വലിയ ഇതൊന്നുമില്ല, കാരണം ഭയങ്കര ക്വയറ്റാണ്. സമ്മർ ടൈമിന് ഇവിടെ ഭയങ്കര തിരക്കാണ്. ഒരു ദിവസം ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്തിട്ട് പോകാനുള്ള ഒരു പ്ലേസാണ്. ഞാനിവിടെ അടുത്തൊരു ഹോട്ടലിലാണ് താമസിച്ച, പ്രീമിയർ നിൽ എന്ന് പറയും. ഒത്തിരി റേറ്റ് ഒന്നുമില്ല, 40 പൗണ്ടേ ഉള്ളായിരുന്നു ഒരു നൈറ്റിന്. ഞാൻ കഴിഞ്ഞ സമ്മറിന് ഇവിടെ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് പോയിട്ടുള്ളതാണ്. ഇതിൻ്റെ മെയിൻ ഒരു ടൗണിൻ്റെ ഒരു സൈഡാണ്. ഞാനിനി കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്നായിട്ട് കാണിക്കാം നമ്മുടെ ഷേക്സ്പിയറിൻ്റെ വീടും കാര്യങ്ങളൊക്കെ. ഇത് വളരെ ക്വയറ്റ് പ്ലേസാണ്, നല്ല പ്ലേസാണ്. എല്ലാവർക്കും ഒരു ദിവസം ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്തിട്ട് പോകാം. നല്ല ഹോട്ടലുകളും റെസ്റ്റോറൻറ്റും എല്ലായിടത്തുണ്ട്. ഇവിടെ ലാസ്റ്റ് ഇയറിൽ ഞാൻ വന്നപ്പോൾ ഇവിടുന്ന് ബോട്ട് ഇവിടെ കിട്ടും. 40 പൗണ്ട് അരമണിക്കൂർ ഫാമിലിയായിട്ട് ഇങ്ങനെ ബോട്ടെ. പക്ഷെ ഇപ്പോൾ ഇവിടെ ക്വയറ്റ് ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. രണ്ട് അവിടുന്ന് ബോട്ട് കിട്ടിയത് അപ്പോൾ കാണുന്നതാണ്. അവിടുന്ന് ബോട്ട് വാടകയ്ക്ക് എടുക്കാം. 2 ടൈപ്പ് ബോട്ടുണ്ട് അവിടെ നോർമലി. ഒന്ന് ഇലക്ട്രിക്കിൻ്റെ ബോട്ടുമുണ്ട്, അല്ലാത്ത ബോട്ടുമുണ്ട്. ഇലക്ട്രിക് ബോട്ടിന് ഹാഫ് ആൻ അവർ 50 പൗണ്ട്, അല്ല 40 പൗണ്ട് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ മറ്റേനെ കണ്ട് കുറച്ചുകൂടെ ചീപ്പാണ്. വെള്ളം കയറി കിടക്കുമായിരുന്നു കേട്ടോ. അതിന് മഴയൊക്കെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇത്രയും വെള്ളം ഇവിടെ കാണുന്നില്ല. അപ്പോൾ ഇവിടെ ഉണ്ടൊരു ബോട്ട് കെട്ടി. ഇവിടുന്ന് വേണമെങ്കിൽ റെൻറ്റിന് എടുക്കാം ബോട്ട്. ഇതിപ്പോൾ ഇതെല്ലാം ക്ലോസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. നോർമലി വീക്കെൻഡിലും എല്ലാം ഭയങ്കര തിരക്കുള്ള ഒരു പ്ലേസായിരുന്നു. സ്പെഷ്യലി സമ്മർ ടൈമിന് നല്ല രസമാണ്. ഇഷ്ടംപോലെ ഹോട്ടലും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അടുത്തുണ്ട്. ഈ ഹോട്ടലിൽ നിന്നൊക്കെ നിസ്സാര റേറ്റേ ഉള്ളൂ. ഹോട്ടലിനൊക്കെ 40 പൗണ്ട് 50 പൗണ്ടൊക്കെ ഉള്ളൂ ഒരു നൈറ്റിന്, ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡായിട്ട്. പിന്നെ അത് ഇതുപോലെ ബോട്ട് സവാരിയും, പിന്നെ ഇവിടുത്തെ ടൗൺ സെൻറ്റർ ഞാൻ കാണിക്കാം. ഇപ്പം ചെറിയൊരു ടൗൺ സെൻറ്ററും ഒക്കെ ആയിട്ടുള്ളൊരു പ്ലേസാണ്. പിന്നെ പുള്ളിക്കാരൻ്റെ വീട്, ഷേക്സ്പിയറിൻ്റെ വീടും കാര്യങ്ങളൊക്കെ ഞാനിപ്പം കാണിക്കാവേ. ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വാർവിക്കും ഉണ്ട്. വാർവിക്ക്
അതും ഇവിടുന്ന് ഒരു 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് ഡ്രൈവ് ചെയ്താൽ മതി. മോട്ടോർ വേ M40 അടുത്താണ്. ഇപ്പം നിങ്ങൾ ലണ്ടനിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ജംഗ്ഷൻ 15 എടുത്താൽ അവിടുന്ന് ഒരു 10 മിനിറ്റേ ഉള്ളൂ. പിന്നെ നോർത്തിൽ നിന്ന് വരുവാണെങ്കിലും M40 15 എടുത്താണ് അത്രേ ഉള്ളൂ. അവിടുന്ന് ഒരു 10 മിനിറ്റ്സ് ദാറ്റ്സ് ഇറ്റ്. ഈ ടൗണിൽ നിന്ന് തന്നെ അല്ല കാണുന്ന ഒരു പ്രീമിയർ ഇൻ ഹോട്ടലാണ്. കാണാമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക്. അല്ലാതെ അതായത് പ്രീമിയർ ഇൻ ഹോട്ടൽ വൈറ്റ് ബോർഡാണ്. ഇത്രയും ദൂരമേ ഉള്ളൂ. ഇനി ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് വണ്ടി പാർക്കിംഗ് അവിടെ ഉണ്ട്. അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കാണാവുന്ന ഈ സ്ഥലത്തോട്ടെല്ലാം നിങ്ങൾക്ക് പോയി വരാം, നടന്നു പോവാം. പഴയ ഒരു ടൗണാണിത്. സ്റ്റാർഫോർഡ് അപ്പോൺ വെരി ഫേമസ്. ഞാനിതിൻ്റെ അതിൻ്റെ ടൗൺ സെൻറ്ററിലോട്ട് നിങ്ങളെ കാണിക്കാം. ഇവിടെ ഈ റെഡ് ലൈൻ ഫോർട്ട് എന്നും പറഞ്ഞ് ഇതിനകത്തൊരു ചെറിയ ഷോപ്പിംഗ് സെൻറ്റർ പോലെ ഒരു ചെറുതുണ്ട്. പണ്ടേ പുരാതന കാലത്ത് ഉണ്ടായ ഓരോ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്, വർഷങ്ങൾക്ക് പഴക്കമുള്ള ബിൽഡിങ്. അതിനകത്ത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഷോപ്പും കാര്യങ്ങളൊക്കെയാണ്. പഴയ ഓരോ ബിൽഡിങ്ങുകളും പഴയ ഓരോ ഷോപ്പും കാര്യങ്ങളൊക്കെ. പക്ഷെ ഭയങ്കര രസമാണ് കാണാൻ കേട്ടോ. ഇങ്ങനെ ഗല്ലി പോലെ കിടക്കുവാണ്. അവിടെ വന്നപ്പോൾ ഈ പാർക്കിങ്ങിൻ്റെ ഇവിടെ വന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ടൗൺ സെൻറ്ററിൻ്റെ ഒരു റോഡായത്. ഇത് റോഡ് നേരെ കണക്റ്റഡ് ആകുന്നത് ഷേക്സ്പിയറിൻ്റെ വീടിൻ്റെ ആ സൈഡിലോട്ടുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ചെറിയൊരു ഹൈ സ്ട്രീറ്റ്. അപ്പോൾ ഈ ഹൈ സ്ട്രീറ്റിൽ ഒത്തിരി കോഫി ഷോപ്പുകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവാണ്. ഞാൻ പുള്ളിയുടെ വീട് കാണിക്കാം. ഷേക്സ്പിയറിൻ്റെ വീട്. പുള്ളി പഠിച്ചതൊക്കെ ഇവിടെ, കുറച്ച് പഠിത്തം ഇവിടെ ആയിരുന്നു. ബാക്കി പഠിച്ച് വാർവിക്ക്ഷയറിലായിരുന്നു. അതായത് വാർവിക്ക്ഷയറിൻ്റെ സെൻറ്ററിൽ ഇവിടെ ആയിരുന്നു പുള്ളിയുടെ പ്രൈമറി സ്കൂളും പിന്നെ സ്കൂളും കോളേജൊക്കെ ഇവിടെ ആയിരുന്നൊക്കെ പറയുന്നത്. ഇനിവേ എന്നെ കൊണ്ട് പറ്റുന്നത് കാണിക്കാം നിങ്ങൾ കേട്ടോ. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും വരുന്നതായിരിക്കും. UK പല പല ചെറിയ ചെറിയ ടൗണുകളും നിങ്ങൾ കാണാത്ത ടൗണുകളെല്ലാം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളെ കാണിക്കാവുന്നതാണ്. ഫാമിലിയായിട്ട് വൺ ഡേ ഉള്ള ടൂറോ അല്ലെങ്കിൽ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാൻ പറ്റുന്ന ചെറിയ ചെറിയ ടൗണുകളൊക്കെയാണ്. നമ്മളൊക്കെ പഠിച്ചിട്ടല്ലേ ഉള്ളൂ ഷേക്സ്പിയറിനെ പറ്റി. ഇങ്ങനെ ഒരാളുണ്ടെന്ന് തന്നെ എനിക്കിവിടെ വന്നപ്പോൾ പിടികിട്ടി കേട്ടോ. ഇതാണ് പുള്ളിയുടെ ഒരു സ്മാരകം. ഉണ്ടോ? ഇരിക്കുന്നുണ്ടോ? ഇതാണ് ഷേക്സ്പിയർ ഷോപ്പ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ ബുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ താല്പര്യമുള്ളവർക്ക് മേടിച്ച് വായിക്കാം. നമുക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല. കടകളെ കാര്യങ്ങൾ ഇതാണ് നമ്മുടെ ഷേക്സ്പിയർ തിയേറ്ററിൻ്റെ പഴയ വീട്. എന്താ ഇതാണ് പുള്ളിയുടെ വീട്. ഇതിൻ്റെ ബാക്കിലോട്ട് കുറേ ഉണ്ട് കേട്ടോ. ഇതാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ റൈറ്റ്സിലേക്ക് പോയാൽ ടൗൺ സെൻ്ററാകും. ലെഫ്റ്റോട്ട് പോയാലും ഇവിടെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ആണ് ഷേക്സ്പിയർ സെൻറ്റർ. ഇവിടെ ഞാൻ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ടൂറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് ബസ് സർവീസ് ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു ഈ കൗണ്ടി മുഴുവൻ കൊണ്ടേ കാണിക്കും നിങ്ങളെ. ഇവിടുന്ന് ടിക്കറ്റ് എടുത്താൽ ഇപ്പോൾ ഇത് അടച്ചിട്ടിരിക്കാമെന്ന് തോന്നുന്നു. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടേ കാണിക്കും. അപ്പോൾ ഇതാണ് മെയിൻ സ്ട്രീറ്റ്. UK ഷേക്സ്പിയർ കൗണ്ടി, സ്റ്റോൺ-അപ്പോൺ-ട്രെന്റ്, സ്റ്റാഫോർഡ്. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയുള്ള വീഡിയോകൾ ഇതുപോലെ വന്നുകൊണ്ടിരിക്കും. പല സ്ഥലങ്ങളിലെ വീഡിയോകൾ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ഡീറ്റെയിൽ കൊടുക്കാം. നിങ്ങൾക്ക് പോയി വിസിറ്റ് ചെയ്യാം. താങ്ക് യു.